രാജീവ് രാജീവൻ എന്ന പേരുകാരുടെ കൂട്ടായ്മ ഞായറാഴ്ച പെരുമ്പാവൂരിൽ നടക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും. രാജീവ് രാജീവൻ എന്നീ പേരുകാരുടെ സംസ്ഥാനതല കൂട്ടായ്മ രാജീവം 2025 എന്ന പേരിൽ ഞായറാഴ്ച രാവിലെ 9:30 മുതൽ പെരുമ്പാവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും ഏതാണ്ട് 1000-ഓളം പേര് ഇപ്പോൾ തന്നെ നിലവിൽ നമ്മളുടെ ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞു. രാജീവ് രാജീവൻ ഈ 2 പേരുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ. അത് മാർച്ച് 2-ാം തീയതി ഗെറ്റ് ടുഗദർ പെരുമ്പാവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ വെച്ച് നടക്കുകയാണ്. എത്ര പേര് പങ്കെടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും അതിന്റെ രജിസ്ട്രേഷൻ നടക്കുകയാണ്. എങ്കിൽ പോലും 1000 പേര് ഉള്ളൊരു ഗ്രൂപ്പിൽ അത് സ്വാഭാവികമായിട്ട് ഈ ഒരു ഗെറ്റ് ടുഗദർ കഴിഞ്ഞാൽ 1500-2000 എത്തും. അപൂർവം ചില പേരുകാരാണ്. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നൗഷാദ് കൂട്ടായ്മയാണ് വടക്കൻ കേരളത്തിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഒരു 5 മാസം മുമ്പ് ഇങ്ങനൊരു ഐഡിയ മനസ്സിൽ തോന്നിയത്. അത് നമ്മൾ തൊട്ടടുത്ത സുഹൃത്തുക്കളെ സഹപ്രവർത്തകരായിട്ടുള്ള ഡോക്ടർ രാജീവ്, അതുപോലെ രാജീവ് പണിക്കർ, മാതൃഭൂമിയിലെ തന്നെ ബി രാജീവ്, 3-4 പേരോട് ആദ്യം ഷെയർ ചെയ്തു. അവർക്കൊക്കെ ആദ്യം ഒരു പുച്ഛം പോലെ തോന്നിയെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്കറിയില്ല. ഏതായാലും അവരൊക്കെ ആരെങ്കിലും 2-3 പേര് നോ പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഇതുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. പക്ഷെ അവരൊക്കെ പബ്ലിക്കായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അത് വളരെ പെട്ടെന്ന് തന്നെ വന്ന് ഏതാണ്ട് 1000-ഓളം പേരുള്ള ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് കേരളത്തിലെ മൊത്തം ജില്ലകളിലുള്ള രാജീവന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആദ്യമായിട്ട് രാജീവ് എന്ന പേരിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴാണ്. എന്റെ മുറിയിൽ തന്നെ 6 പേരുണ്ടായിരുന്നു രാജീവ്. അപ്പോ പേര് നമുക്ക് നമ്മളുടെ പേര് വെച്ചിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ് പോലും നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം രാജീവന്മാരായിരുന്നു. ഈ 6 പേര് തടസ്സത്ത് നടക്കാൻ നിർത്തില്ല. അന്ന് ഇതിന്റെ ഒരു കൗതുകം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ശ്രീ രാജീവ് ഇക്കാര്യം ആദ്യം പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയ വികാരം പുച്ഛം തന്നെയായിരുന്നു. കാരണം ഇതിനൊക്കെ നമ്മുടെ നാട്ടിലൊരു സാങ്കത്യം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പെരുമ്പാവൂരിലെ ആളായതുകൊണ്ടും രാജീവന്റെ ഒരു പ്രിയ സുഹൃത്തായതുകൊണ്ടും ഞാൻ ആക്ടീവായി മാറി. തുടക്കത്തിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൈവിട്ട് പോയാലും ഞാൻ മനസ്സിലാക്കി. കാരണം കേരളത്തിലെ ഉടനീളമുള്ള ആദ്യം പെരുമ്പാവൂർ മാത്രമാണ് രാജീവന്മാരെ ഉദ്ദേശിച്ചത്. എറണാകുളം ജില്ലയിൽ നിന്ന് കേരളം മൊത്തത്തിലേക്കും ഇത് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ണൂർ ഭാഗത്തേക്കുള്ള രാജീവന്മാരുടെ എണ്ണം നമ്മൾ ലേഖനത്തിൽ കൂടുതലായിരുന്നു. ജില്ലാതല പ്രവർത്തനങ്ങൾക്കായി ഓരോ ജില്ലയിലും 2 വീതം കോർഡിനേറ്റർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് കൂടുതലും പേരെ കൂട്ടായ്മയിൽ അംഗങ്ങളാക്കിയിരിക്കുന്നത്. വിവിധ രംഗങ്ങളിൽ പ്രശസ്തരായവർ ഉൾപ്പെടെ 1000-ഓളം പേർ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഉണ്ടാകും. അതുകൊണ്ട് കേരളത്തിനകത്ത് പുറത്തുള്ള ആമുഖം ഞാൻ പറഞ്ഞുകൊണ്ടേ ഇത് എനിക്ക് കൂടെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അപ്പൊ എല്ലാവരും കേരളത്തിലെമ്പാടുമുള്ള രാജീവ് അല്ലെങ്കിൽ രാജീവന്മാരുടെ പരസ്പര സഹകരണം ഉറപ്പുവരുത്തുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് സംഘാടക സമിതി അറിയിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ PK രാജീവ് പെരുമ്പാവൂർ, രാജീവ് പണിക്കർ, ഡോക്ടർ ബി രാജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.